ഈയിടയ്ക്ക് നമ്മുടെ സന്തോഷ് കുളങ്ങര ഞാൻ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇത് സഫാരി ചാനലിൽ നടത്തുന്ന ആളാണ്. ലോകത്തിൽ നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ച് ആ കാര്യങ്ങളൊക്കെ മലയാളിക്ക് പറഞ്ഞു കൊടുക്കുന്ന വളരെ ഒരു സത്യസന്ധനായ വളരെ ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇതുപോലെ തന്നെ മൈത്രേനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ഈ രണ്ടുപേരുടെയും ചില അഭിപ്രായങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മീയതയെക്കുറിച്ച് പലരും അഭിപ്രായം പറയുമ്പോൾ അത് ഈ പെരിഫറലായി കാണുന്ന അമ്പലത്തിൽ പോയി തൊഴുന്നതോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെ കുഴപ്പങ്ങളോ ആത്മീയതയിലെ കുഴപ്പങ്ങളോ കണ്ടിട്ട് അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞ് 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട് സെമറ്റിക് മതങ്ങളെയും അല്ലാത്ത മതങ്ങളെയൊക്കെ ഒരുപോലെ കാണുകയും ഇതിലെ കുഴപ്പങ്ങൾ മാത്രം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകം വളരെയധികം ദുരിതത്തിൽ നിന്നപ്പോൾ പട്ടിണിയിലും ദാരിദ്ര്യം ദുരിതത്തിലും പരസ്പരം പോരടിച്ച് തമ്മിലടിച്ച് പള്ളികളിൽ കിടന്ന് വലിയ ബഹളമുണ്ടാക്കിയ കാലത്താണ് യേശുദേവൻ്റെ വരവും അതിനുശേഷം ഉണ്ടായ ലോകത്ത് ക്രിസ്ത്യ സമൂഹത്തിലെങ്കിലും ഉണ്ടായ വലിയ മാറ്റം നമ്മൾ കാണാതിരുന്നുകൂടാ. അതുപോലെ തന്നെ ഓരോ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള നല്ല മാറ്റങ്ങൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ത്യൻ ആത്മീയതയിലേക്ക് വരാം, അല്ലെങ്കിൽ ഇന്ത്യൻ സനാതന ധർമ്മത്തിലേക്ക് വരാം. ഇവിടെ ഭയം കൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്നാണ് സന്തോഷ് കുളങ്ങരയുടെ ഒരു പ്രസ്താവ്യം. സന്തോഷ് കുളങ്ങര ശ്രദ്ധിക്കേണ്ടത് ഭാരതത്തിലെ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്കോൺ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അത് ബാംഗ്ലൂർ, ആസാമാണ്. ലോകത്താകെ അതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. ആ ഇസ്കോൺ വളരെ ആനന്ദവൃത്തമാണ് ആളുകൾ ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള, വയസ്സായവർ വരെ, വളരെ സീനിയർ സിറ്റിസൺസ് വരെയുള്ളവർ രാധേ രാധേ എന്ന് പാടിക്കൊണ്ട് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് മധുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ UP-യിലെ ഉത്തർപ്രദേശിലെ മധുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആട്ടോ ഡ്രൈവറെ വിളിച്ചാൽ പോലും രാധേ രാധേ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അത്ര മനോഹരമായി കൃഷ്ണനുമായും രാധയുമായിട്ടൊക്കെ മാനസികമായി സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് ചേരുന്നത്. ഒരു ഭയവുമില്ല, ഒരു എതിർപ്പുമില്ല അവിടെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മകുമാരീസ് എടുക്കുക, ആശ്രമങ്ങൾ എടുക്കുക, മാതാമൃതമയി അമ്മയുടെ ആശ്രമം എടുക്കുക, സദ്ഗുരുവിൻ്റെ ആശ്രമങ്ങൾ എടുക്കുക. ആശ്രമത്തിൻ്റെ മറ്റു കാര്യങ്ങളോ അവിടെ നടക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അവരെല്ലാവരും അത് ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരായാലും, ഭാരതത്തിലെ ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരായാലും വലിയ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ദുഃഖവും പറയും, തീർച്ചയായിട്ടും ദുഃഖം കൂടി പറയും. നമുക്ക് സന്തോഷവും ദുഃഖവും പറയാൻ നമ്മേക്കാൾ മറ്റൊരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഇപ്പോൾ സന്തോഷ് കുളങ്ങരയ്ക്ക് കുറച്ച് ദുഃഖം ഉണ്ടായെന്ന് മേടിക്കുക, എന്നോട് വന്നിരുന്ന് പറഞ്ഞു. ആരോടെങ്കിലും വന്നിരുന്നാലും എന്നോട് തന്നെ പറഞ്ഞു. അത് വേണ്ട, താങ്കളുടെ അച്ഛനോടോ അമ്മയോടോ കുടുംബാംഗങ്ങളോട് പറഞ്ഞാൽ പോലും ഒരു പരിധിക്കപ്പുറം അവർ കേൾക്കില്ല. അയ്യോ നീ പോയി നിന്റെ കാര്യം നോക്ക്, എനിക്കും ദുഃഖമാണെന്ന് പറയും. സന്തോഷം പങ്കുവെച്ച് നോക്കൂ, ഒരു പരിധിക്കപ്പുറം കേൾക്കുകയില്ല. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ആനന്ദവും എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന വളരെ വലിയ ഇടമായിട്ടാണ് ഭാരതീയർ ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ കാണുന്നത്. ശ്രീകൃഷ്ണ ജയന്തി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്. ദീപാവലി നോക്കൂ, ഹോളി ആഘോഷം നോക്കൂ. ഭാരതീയരുടെ എല്ലാ ആഘോഷങ്ങളും, അതുപോലെ ഉത്സവങ്ങൾ ദുഃഖത്തിൻ്റെതാണോ സന്തോഷത്തിൻ്റെതാണോ, അത് ഭയത്തിൻ്റെതാണോ? ഒരിക്കലുമല്ല. തെയ്യക്കോലങ്ങൾ നോക്കൂ. അപ്പോൾ ദൈവവും ഞാനും ഒന്നാണ്, ദൈവവും ഞങ്ങളും ഒന്നാണ്, ദൈവവും നമ്മൾ ഒന്നാണ് എന്ന സങ്കല്പത്തിൽ, നമ്മുടെ കുടുംബ അംഗം എന്നുള്ള സങ്കല്പത്തിൽ, ആത്മാവ് പരമാത്മാവ് എന്നുള്ള സങ്കല്പത്തിൽ, ദ്വൈത സങ്കല്പത്തിൽ, അദ്വൈത സങ്കല്പത്തിൽ വളരെ ഗൗരവമായി പഞ്ചേന്ദ്രിയങ്ങളാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കി, പഞ്ചഭൂതങ്ങൾ കൊണ്ട് സിദ്ധാന്തം മനസ്സിലാക്കി വളരെ നല്ല രസകരമായിട്ടാണ് മനുഷ്യർ, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ളവർ, ഹിന്ദുക്കൾ ദൈവത്തെ കാണുന്നത്. വളരെ കുറച്ച് പേർക്ക് പേടിയും ഭയവും പാമ്പിൻ്റെ പേയും ഒക്കെ ആണ്. പക്ഷെ അങ്ങനല്ല. പണ്ട് കാലത്ത് ഇപ്പോൾ പേടിയുള്ളതിനെയൊക്കെ ആരാധിച്ചിരുന്നു, അതൊക്കെ പോയി. ഇപ്പോൾ എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസമൊക്കെ നന്നായി ബോധ്യവും യുക്തിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല യുക്തി ഉള്ളത് കൊണ്ടാണ് അവർ അമ്പലങ്ങളിൽ പോകുന്നത്. യുക്തിപരമായി മറ്റെല്ലാ കാര്യങ്ങളിലും യുക്തിപരമായി ചിന്തിക്കും. ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരങ്ങനെ ചിന്തിക്കാൻ അവർക്ക് പറ്റത്തില്ല. നല്ല യുക്തി ഉള്ളത് കൊണ്ട്, യുക്തിപരമായി ചിന്തിക്കുന്നത് കൊണ്ട് കൂടിയാണ് അവർ ക്ഷേത്രത്തിൽ പോകുന്നത്. തീർച്ചയായിട്ടും ഭയപ്പെട്ടിട്ടല്ല പോകുന്നത്. അവർക്ക് മതത്തെയും ഭയമില്ല. അതുപോലെ ഹിന്ദു മതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റ് മതങ്ങളിൽ, സെമറ്റിക് മതങ്ങളിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പള്ളിയിൽ അടക്കുന്നതുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ മാമോദീസ മുക്കണം, അല്ലെങ്കിൽ പിന്നെ സുന്നത്ത് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെമറ്റിക് മതങ്ങളിലുണ്ട്. അത് ചിലപ്പോൾ സന്തോഷ് ജനിച്ച മതത്തിനും അതുണ്ട്. അതേസമയം ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിൻ്റെ ആത്മീയയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊന്നുമില്ല. സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. നാസ്തികനുണ്ട്, ആസ്തികനുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്വാതന്ത്ര്യവും അതുപോലെ ആനന്ദവും നൽകുന്നതാണ്. ആനന്ദ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ആത്മീയത വളർന്നത് തന്നെ. ആനന്ദ അന്വേഷണവും ആത്മാന്വേഷണവും ആത്മബോധവും ആത്മജ്ഞാനവും ഉണ്ടാക്കാനാണ് ഇന്ത്യൻ ആത്മീയത എന്നും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആനന്ദത്തിൻ്റെ വഴിയാണ്. ദയവായി സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഭയത്തിൻ്റെയും വഴിയാണെന്ന് അങ്ങ് പറയരുത്. അങ്ങ് ലോകം മുഴുവൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ആത്മാവിലേക്ക് അങ്ങൊന്ന് യാത്ര ചെയ്യണം.
അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആത്മീയത ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ അങ്ങേപോലെ തന്നെയാണ് മൈത്രേയൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ചരിഞ്ഞു നിന്ന് തൊഴുന്നു. ചരിഞ്ഞു നിന്ന് തൊഴുന്നത് ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തൊഴാനുള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും നേരെ നിന്ന് തൊഴുതാൽ ബാക്കിൽ നിൽക്കുന്ന ആളിന് കാണാൻ പറ്റാത്തതുകൊണ്ടും കൂടിയാണ്. അതുപോലെ തന്നെ ദേവൻ്റെ ഫ്രണ്ടിൽ നിന്ന് തൊഴുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ദേവൻ്റെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതു എന്ന് വിചാരിച്ചിട്ട് ദേവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയൊന്നുമില്ല. എത്രയോ ക്ഷേത്രങ്ങൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, അതാണ് വളരെ മനോഹരമായ ഉദാഹരണം. ഇവരൊക്കെ ഇത് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവരെല്ലാം കോട്ടയെന്ന് ചോദിച്ചാൽ, ഈ പുതിയ തലമുറ സോഷ്യൽ മീഡിയയിൽ കയറി ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ യുക്തി എന്ന് തോന്നും. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു വാദമാണ്, ആശുപത്രിയിൽ നമ്മൾ ചെന്നാൽ രോഗം മാറിയാൽ പിന്നെ നമ്മൾ പോകില്ല. ശരിയാണ്, രോഗം മാറിയാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകില്ല. അതുപോലെ അല്ല പക്ഷേ അമ്പലവും ക്ഷേത്രവും ഒക്കെ അവിടെ ചെന്ന് പറയുന്ന കാര്യം ഒരിക്കലും സാധിക്കാറില്ല. അതുകൊണ്ട് തിരിച്ച് എന്നും അവിടെ ചെല്ലും. അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പിന്നെ ദേവാലയങ്ങളും ഈശ്വരനെ കാണാൻ പോകുന്നു എല്ലാം സാധിക്കാൻ മാത്രമല്ല മാഷേ, സന്തോഷം കൊണ്ട് പോകാറുണ്ട്. വീട്ടിൽ പുതിയ വസ്തുക്കൾ വാങ്ങുമ്പോൾ പോകാറുണ്ട്, കാറ് വാങ്ങുമ്പോൾ പോകാറുണ്ട്, വീട് വയ്ക്കുമ്പോൾ പോകാറുണ്ട്, വീട്ടിൽ എന്ത് ആനന്ദം ഉണ്ടായാലും പോകാറുണ്ട്, ബർത്ത്ഡേക്ക് പോകാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയാൽ അതുമായി ബന്ധപ്പെട്ട പൂജയ്ക്ക് പോകാറുണ്ട്. ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എല്ലാവരോടും പോയി ദുഃഖം പറയുന്ന അക്ഷയ സെൻറ്റർ പോലൊരു സ്ഥലമല്ല അവിടെ ചെന്ന് ദുഃഖം പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന സ്ഥലവുമല്ല. എന്നാൽ അതും പറയും, മനുഷ്യർ അവരുടെ ദുഃഖം പറയും, അവരുടെ സങ്കടം പറയും, അതോടൊപ്പം ആനന്ദം പറയും, അവരുടെ സന്തോഷം പറയും. അവരുടെ സ്വകാര്യ അഹങ്കാരമാണ് ദൈവം എന്നൊക്കെ പറയുന്നത്. ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. കാരണം അവരുടെ കാര്യങ്ങൾ പറയാൻ, അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ, അവർക്ക് ചെന്ന് വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ബഹുമാനിക്കാൻ, ദർശിക്കാൻ ഒക്കെ വളരെ വലിയ സ്വാതന്ത്ര്യമുള്ളൊരിടമായിട്ടാണ് ക്ഷേത്രങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, രാജാവിനെ ദർശിക്കുമ്പോഴാണ് അവിടെ പോയി ആളുകൾ ദർശിക്കുന്നത്. തീർച്ചയായിട്ടും ദർശനമാണ് അമ്പലത്തിലുള്ളത്. ദേവനെ ദർശിക്കാനാണ് നമ്മൾ പോകുന്നത്, കാണാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദീപാരാധന സമയത്തൊക്കെ അതിന് ചൈതന്യം കൂടും. ദീപാരാധന സമയത്ത് ചൈതന്യം കൂടും എന്നല്ലെങ്കിൽ അതിൻ്റെ ആ പ്രഭ അത്രയും ചൂടും ആ പ്രകാശവും ശബ്ദവും എല്ലാം കൂടെ വരുന്ന ഒരു അന്തരീക്ഷമുണ്ടല്ലോ, അത് മനസ്സിന് വേറൊരു സന്തോഷം നൽകും. അതുകൊണ്ടാണ് ആളുകൾ ആ സമയത്ത് എത്തി വലിഞ്ഞ് നോക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള സന്തോഷവും ആനന്ദവും നൽകുന്നത് കൊണ്ടാണ്. നമ്മൾ അമ്പലത്തിൽ പോയൊരു കാര്യം പറയുമ്പോൾ, ഒരാൾ ചെന്ന് അമ്പലത്തിൽ ചെന്ന് എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പൂജയ്ക്കോ മറ്റെന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു സംതൃപ്തിയോടുകൂടിയാണ് വീട്ടിൽ പോകുന്നത്. നമുക്കൊരു രക്ഷകനുണ്ട്, ആ രക്ഷകനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ കാര്യം നടക്കും എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ശബരിമല ക്ഷേത്രത്തിൽ പോയതിനു ശേഷം പിന്നെ രോഗങ്ങൾ കുറഞ്ഞവർ പറയുന്നു. അതിൻ്റെ ശാസ്ത്രീയതെന്ന് നമുക്കങ്ങനെ പരിശോധിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല. ആളുകൾക്ക് രോഗം മാറി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആറ്റുകാൽ ക്ഷേത്രം, അതുപോലെ തിരുപ്പതി, ഗുരുവായൂരപ്പൻ, അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി എന്തെല്ലാം രോഗങ്ങൾ മാറിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആശുപത്രി വേണ്ട, ക്ഷേത്രം മതി എന്നാണോ? അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അതേസമയം ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. അവർക്ക് ശാസ്ത്രീയമായ കാര്യങ്ങളല്ല, അതിനപ്പുറം അവർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് ജീവിതത്തെ അവരെ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലമായ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സന്താനോൽപാദനം നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നു എന്നുള്ള നിലയിലാണ് മൈത്രേയനെ പോലുള്ളവർ സംസാരിക്കുന്നത്. അതിനുവേണ്ടി മാത്രമല്ല, ആനന്ദിക്കുക, സന്തോഷിക്കുക എന്ന് പറയുന്നത് എന്തും ചെയ്ത് അർമാദിച്ച് നടക്കൽ മാത്രമല്ല, അതിനപ്പുറമുള്ള നല്ല വ്യക്തമായ ധാരണ ഭാരതത്തിലെ ആത്മീയതയിൽ നന്നായി വിശ്വസിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, അവർ ആരാധിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രി പോലുള്ള സ്ഥലമല്ല, അവിടെ സന്തോഷത്തിന്, ആനന്ദത്തിന്, എല്ലാ കാര്യത്തിനും അമ്പലങ്ങൾ പോകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയ കാലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെ, വീട്ടിൽ ഒരുപാട് കാർഷിക വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന് സമർപ്പിക്കാൻ പോകും. നിവേദ്യമായിട്ട് പല രൂപത്തിലും കൊണ്ടു കൊടുക്കും. അത് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടല്ലേ കൊടുക്കുന്നത്. അവിടെ പോയി പായസം വയ്ക്കും, അത് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആറ്റുകാൽ പൊങ്കാലയിടും, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതെല്ലാവരും ദുഃഖം ചെന്ന് പറയുന്ന മാനസിക ആശുപത്രി പോലുള്ളൊരു സ്ഥലമല്ല അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ കൂടുതൽ വ്യക്തവും സുവ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കിഷ്ടമില്ലാത്ത, നമ്മൾ യുക്തിവാദിയോ ശാസ്ത്രവാദി എന്നൊക്കെ പറയുന്നു, നമുക്കിഷ്ടമില്ലാത്തതെല്ലാം, അല്ലെ നമുക്ക് നമ്മുടെ പറവിൽ വരാത്തതിനെല്ലാം നമ്മൾ കേവല അർത്ഥത്തിൽ ഉപരിതലത്തിൽ നിന്ന് വളരെ ഭൗതികമായി അതിൽ തെറി പറയുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു ശൈലി പുതിയ തലമുറയ്ക്ക് ഒരു സന്ദേശവും നൽകുന്നില്ല. പക്ഷേ ഇത് കേൾക്കാൻ ആളുണ്ടാവും. സാമാന്യ യുക്തി എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ സത്യവും ധർമ്മവും നീതിയൊക്കെ നിൽക്കുന്നത് മറ്റൊരെൻഡിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.